ഉഴവൂർ വിജയനും സംഘവും എത്തിയിട്ടുണ്ട്. അവർക്കായി കുറച്ചു നേരം വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നോട്ടു ക്ഷാമത്തിനെതിരെ സമരം നടത്താനാണ് വരവ്. നോട്ടും കാശുമൊക്കെ ആയതുകൊണ്ട് തെണ്ടിക്കൊണ്ടാണ് സമരം. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായി. അത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പിച്ചക്കാരന്റെ വേഷം മേക്കപ്പ് അല്ലേ, അതിനെ ആളുണ്ട്. പിന്നെ തന്നെ പിച്ചക്കാരനാക്കാൻ ചെറിയൊരു മേക്കപ്പ് അല്ലേ വേണ്ടു. എന്താണ്? ഞാനൊരു ഭിക്ഷക്കാരനാണ്. വിശന്നിട്ട് വയ്യേ, കഴിക്കാൻ വല്ലതും തരണേ. ഇവിടെ ഇപ്പൊ ഒന്നുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. കാലത്ത് തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അടുക്കളയിൽ ചെന്ന് നോക്ക്, എന്തെങ്കിലും കാണും. അല്ല, ഈ ധർമ്മക്കാർക്ക് കൊടുക്കാനുള്ള പൈസ പോലും ഇവിടുന്ന് എടുക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയായതുകൊണ്ട് എന്റെ കയ്യിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നു. ഇനി അടുത്ത തവണ ധർമ്മക്കാരനാകാതെ വരാൻ ശ്രമിക്കും. എന്തെങ്കിലും തരടേ അമ്മ, അമ്മോ, അമ്മ, അമ്മ, അമ്മോ, അമ്മച്ചേ, ഈ പാവപ്പെട്ടവരെന്തെങ്കിലും തരടേ അമ്മ, 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 എന്തെങ്കിലും തരടേ അമ്മ, അമ്മോ, അമ്മ, അമ്മുമ്മോ. ചില്ലറയില്ലേ? ചില്ലറ തരാം. അമ്മോ, ചേട്ടോ, ഈ പാവപ്പെട്ട പിച്ചക്കാരിൽ എന്തെങ്കിലും ഡൊണേഷൻ തരടേ അമ്മ, 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 അമ്മോ. എന്നെ വെറുതെ ഓടിക്കരുത്. എടോ, പിച്ചക്കാരനെ റോട്ടിലിട്ട് ഓടിക്കല്ലേന്ന്. പിച്ചക്കാരനെ റോട്ടിലിട്ട് ഓടിച്ചാൽ ശിക്ഷ അറിയാമോ? IPC 304 വകുപ്പ് പ്രകാരം ജയിലിട്ട് പൂട്ടും. എന്റെ പിച്ചക്കാരൻ പുണ്യാളാ 25 പൈസയുടെ വില കൂട്ടിയ. ഇവിടെ ഈ കണക്കിന് മുമ്പോട്ട് പോയാൽ എല്ലാവരും ധർമ്മക്കാരായി വരേണ്ടതായ സ്ഥിതി വരും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മിക്കവാറും നരേന്ദ്രമോദിയുടെ അവസ്ഥയും അങ്ങനെയാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഒരു കാര്യം ചെയ്യും, രണ്ടാളും കാശ് ഇട്ടാ. അതെ, കാശ് കൊടുക്ക്. അങ്ങനെയുണ്ട് ഒരു കാര്യം. എത്ര? 500? 50 മതി. അയ്യേ, 50? കൂടുതൽ വലിക്കല്ലേ. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വഴി നീളെയുള്ള ഈ ATM കൗണ്ടറുകൾ സ്വച്ഛ് ഭാരത് ശുചിത്വ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ടോയ്ലറ്റുകളാക്കി മാറ്റണം എന്ന അഭിപ്രായമാണ് എനിക്കിവിടെ ആദ്യമായി രേഖപ്പെടുത്താനുള്ളത്. എന്നിട്ട് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ക്യാമറ വെച്ചേക്കരുത്. അത് മാത്രമാണ് എനിക്ക് കേന്ദ്ര ഗവൺമെന്റിനോട്, ഈ RB